ബി.ജെ.പിക്കെതിരായി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സാമൂഹിക പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ഇറവങ്കര സ്വദേശി ഷിബുനാഥിന് മർദ്ദനമേറ്റതായി പരാതി. ആ സമയം RSSന്റെ മുഖപത്രമായ കേസരി പണിതിരുന്നത് എൻ്റെ വീട്ടിലാണ്. അവിടുത്തെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ അച്ഛനും അടക്കമുള്ളവരാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. കെ രാമപിള്ള സാറും മാരാർജിയും പരമേശ്വർജിയും ഒക്കെ എഴുത്തിനിരുത്തി പേരിട്ട് വളർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയണം. പ്രസ്ഥാനം നാടിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് പ്രസ്ഥാനം നേതാക്കൾക്കായിട്ട് പിരിച്ചു വെച്ചേക്കുവാണ്. നേതാക്കൾക്കല്ല പ്രസ്ഥാനം ആവശ്യം, പ്രസ്ഥാനം നാടിനാണ്. നാടിന് നൽകാൻ നിങ്ങൾ തയ്യാറാണ്. പ്രസ്ഥാനം കൊണ്ട് ഈ നാടിന് നേട്ടം ഉണ്ടാക്കണം. ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിബു ശങ്കര. ഞാനിവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വാർത്തയുടെ പേരിൽ, ഫേസ്ബുക്കിലിട്ട വാർത്തയുടെ പേരിൽ കുറച്ച് പേർ എന്നെ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ബിസിനസ്സും കൂടി ചെയ്യുന്നുണ്ട്, അച്ചാറിൻ്റെ. എന്നെ അച്ചാർ വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇറവങ്കര ജംഗ്ഷനിലെത്തിയപ്പോൾ വളരെ ക്രൂരമായി എൻ്റെ പുറയിൽ കൂടി വന്ന് എൻ്റെ കൈ കെട്ടിയിട്ടിട്ട് എൻ്റെ വണ്ടിയിലിരുന്ന ഹെൽമെറ്റ് ഊരി എന്നെ ആക്രമിക്കുകയാണ് ചെയ്തത്. ആക്രമിച്ചത് പിന്നീട് ഞാൻ എന്നെ വിളിച്ച ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്തപ്പോൾ അഖിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ യുവമോർച്ചയുടെ ജില്ലാ നേതാവും സത്യപ്രകാശ് എന്ന് പറഞ്ഞ മുതുകുളത്തുള്ള, ആലപ്പുഴ മുതുകുളത്തുള്ള ഒരു പ്രവർത്തകനും കൂടിയാണ് ആക്രമിച്ചത്. കൂടെ 2 പേരും കൂടി ഉണ്ടായിരുന്നു, 4 പേരായിരുന്നു. അതിനു മുമ്പ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഫോണും പേഴ്സും ഇവർ കവർന്നെടുക്കുകയും എതിർവശത്ത് വാഹനം ഇട്ടിട്ട് അതിലേക്ക് എറിയുകയും കൂടി ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്ത ഒരു ഹീനമായ പ്രവൃത്തിയാണ് ഈ നാട്ടിൽ നടന്നിരിക്കുന്നത്. ഞാൻ തെറ്റായിട്ടൊരു വാർത്തയും ഒരു മാധ്യമത്തിലും ഞാൻ നൽകിയിട്ടില്ല. വളരെ സത്യസന്ധമായ വാർത്തകൾ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കെതിരെ നടന്ന ഈ നടപടിയിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണം, സഹകരിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. എന്ത് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലായിരുന്നു ഈ ആക്രമണം നടന്നത്? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ഹരിപ്പാട് രൂപക് എന്ന് പറഞ്ഞൊരു RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ആ രൂപക്കിനെ കൊലപ്പെടുത്തിയ ആളുകൾക്കാണ് ഈ പ്രാവശ്യം ആലപ്പുഴ ഹരിപ്പാട് സ്ഥാനാർത്ഥിയെ മത്സരിച്ച സന്ദീപ് വചസ്പതിയുടെ വാഹനത്തിൻ്റെ കൊട്ടേഷൻ കൊടുത്തത് എന്നൊരു വിവരം എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ തെളിവടക്കമാണ് ഞാൻ ആ വാർത്ത പുറത്തുവിട്ടത്. FBയിൽ അത് ഇട്ടതിൻ്റെ പേരിലാണ് എനിക്ക് നേരെ ഇപ്പോഴത്തെ ഈ ആക്രമണം ഉണ്ടായത്. ശരിക്കും ഒരു RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുത്ത് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വാർത്തയിട്ടപ്പോൾ അതേ RSSൻ്റെ ഒരു പരിവാറിൻ്റെ ചുമതലയുള്ള ആൾക്കാർ തന്നെയാണ് എന്നെ ആക്രമിച്ചത് എന്നതാണ് ഏറ്റവും ഇതിലെ വിരോധാഭാസം. അത് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ മതേതര കക്ഷികളും ഇവിടുത്തെ RSSനെ സ്നേഹിക്കുന്ന ആൾക്കാരും തന്നെയാണ് എന്നതാണ് സത്യം. മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അനുഭാവം ഉള്ളത് കൊണ്ടാണോ ബി.ജെ.പിക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് നൽകിയത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ കുറേ പറയേണ്ടി വരും. കാരണം എൻ്റെ ജനനം 1974 കാലഘട്ടത്തിലാണ്. എറണാകുളം കലൂർ ഇന്നത്തെ വിശ്വദുഷത്തിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിലാണ് എൻ്റെ ജനനം. ആ ജനന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇവിടുത്തെ RSSൻ്റെയും ജനസംഘത്തിൻ്റെയും കാര്യകർത്താക്കളായിരുന്നു. ആ സമയം RSSൻ്റെ മുഖപത്രമായ കേസരി പണിതിരുന്നത് എൻ്റെ വീട്ടിലാണ്. അവിടുത്തെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ അച്ഛനും അടക്കമുള്ളവരാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. കെ രാമപിള്ള സാറും മാരാർജിയും പരമേശ്വർജിയും ഒക്കെ എഴുത്തിനിരുത്തി പേരിട്ട് വളർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ഇന്ന് ഈ അനുഭവം ഉണ്ടായത്. എന്തുകൊണ്ട് ഞാൻ പാർട്ടിക്കെതിരായിട്ട് പോസ്റ്റ് ഇടുന്നു എന്ന് പറയുന്നു. ഇവിടുത്തെ പാർട്ടിയെ വിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു ആനുകൂല്യമില്ല. അന്യ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് ചേക്കേറിയ കുറേ പേർക്കാണ് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ. എനിക്കൊന്നും വേണ്ട, പക്ഷേ കൂടെ നടക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നാണ് ആഗ്രഹം. ഈ പാർട്ടി ഇന്ന് ഇവിടുത്തെ ജനങ്ങളെ അടക്കം വിൽക്കുകയാണ്. പാർട്ടിയല്ല വിൽക്കുന്നത്, പാർട്ടി നേതാക്കളാണ്. ഈ നേതാക്കളെ തിരിച്ചറിയാൻ ഇവിടുത്തെ അന്തങ്ങളായ പല പ്രവർത്തകർക്കും കഴിയുന്നില്ല. അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ വാർത്തകളായി പുറത്തുവിടുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കുന്നു. ഇന്ന് ഈ നാട്ടിൽ 3 സീറ്റ് പിടിച്ചെടുത്തു. പക്ഷേ അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു പ്രവർത്തകനും ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവർ തയ്യാറാകത്തില്ല. അതാണ് സത്യം. ഇന്ന് അടിത്തട്ടിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനും ആനുകൂല്യങ്ങൾ ഒരു പാർട്ടിയും നൽകുന്നില്ല. അതിലേറ്റവും കൂടുതലാണ് BJP എന്ന പാർട്ടി. ഇതെല്ലാം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ട കാര്യങ്ങളിൽ തെറ്റായിട്ട് വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ അതിനു പകരം ഇവർ അക്രമം കൊണ്ട് പാർട്ടി പ്രവർത്തകരെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഹരിപ്പാട് മുതുകുളത്ത് ഈ പാർട്ടി നേതാക്കളെ ചോദ്യം ചെയ്ത ബൈജു ജീസിൻ്റെ കാല് വെട്ടിയാണ് ഇവരെ തീർത്തത്. അതിന് ഇവർ പറഞ്ഞു പരത്തിയത് അദ്ദേഹം പാർട്ടി വിട്ടതുകൊണ്ടാണ് എന്നാണ്. പാർട്ടി വിട്ടത് അതിനുശേഷമാണ്. ആ കാര്യത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോയ എനിക്ക് പോലും ഭീഷണിയാണ് പല പ്രാവശ്യം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് മുതുകുളത്ത് ഉണ്ടായ സംഭവം, പഞ്ചായത്ത് ഭാരവാഹികൾ ചാർജ് എടുക്കുന്ന അന്നേ ദിവസം ഇതേപോലെ എനിക്ക് നേരെ ഒരു അക്രമശ്രമം ഉണ്ടായി. പാർട്ടി പ്രവർത്തകർ തന്നെയാണ് എനിക്കെതിരെ അന്നും
പ്രശ്നമുണ്ടാക്കിയത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഹരിപ്പാട് നിന്ന് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ട് അഖിൽ ഹരിപ്പാടിൻ്റെ കാറിലാണ് ഇവിടെ എത്തി അക്രമം നടത്തിയത്. ഇത്തരം ക്രൂരമായ കാര്യങ്ങൾ ചെയ്തത് എന്തിനാണ് എന്നത് പാർട്ടി പ്രവർത്തകരാണ് ഇവിടുത്തെ പാർട്ടി നേതാക്കളോട് ചോദിക്കേണ്ടത്. BJP RSSനെയൊക്കെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അവരാരെങ്കിലും വിളിച്ചിരുന്നോ ഇതറിഞ്ഞിട്ട്? തീർച്ചയായിട്ടും ധാരാളം പ്രവർത്തകർ, എല്ലാ രാഷ്ട്രീയ സംഘടനയിലെ പ്രവർത്തകരും വിളിച്ചു. BJPയുടെ RSSൻ്റെയും ധാരാളം പ്രവർത്തകർ വിളിച്ചു. അവർക്കൊക്കെ ഈ സംഭവത്തിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. പക്ഷേ എനിക്ക് സാധാരണപ്പെട്ട പ്രവർത്തകർ പലരും, പ്രത്യേകിച്ച് ഫേക്കുകളിൽ വന്നിട്ട് നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയണം. പ്രസ്ഥാനം നാടിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് പ്രസ്ഥാനം നേതാക്കൾക്കായിട്ട് പിരിച്ചു വെച്ചേക്കുവാണ്. നേതാക്കൾക്കല്ല പ്രസ്ഥാനം ആവശ്യം, പ്രസ്ഥാനം നാടിനാണ്. നാടിന് നൽകാൻ നിങ്ങൾ തയ്യാറാണ്. പ്രസ്ഥാനം കൊണ്ട് ഈ നാടിന് നേട്ടം ഉണ്ടാക്കണം. ഇവിടെ ഇന്ന് നേതാക്കൾ ജനങ്ങളെ പറ്റിക്കുകയാണ്, പ്രവർത്തകരെ പറ്റിക്കുകയാണ്. അതിനെതിരെയാണ് എൻ്റെ പോരാട്ടം. അതിൽ നിങ്ങൾ തുണയായിട്ട് നിന്നാൽ മാത്രമേ ഈ സംഭവം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ അടുത്ത കാലത്ത് BJPയും കേരളത്തിൽ ഒന്നുമല്ലാതായി മാറും. ആ അവസ്ഥ നിങ്ങളായിട്ടുണ്ടാക്കരുത് എന്ന അപേക്ഷ.